ചിത്രശലഭം പാർട്ട് 2. നീലി എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ അവളുടെ മുറിയിലേക്ക് ഒരു ചുവന്ന വെയിൽ വരുന്നത് കണ്ട് അവൾ അത്ഭുതത്തോടെ അത് നോക്കിക്കൊണ്ട് എണീറ്റു. ജനൽ വഴി വന്ന ആ പ്രകാശം അവൾ നോക്കി അതിലേക്ക് അവളുടെ കൈകൾ നീട്ടി കാണിച്ചു. മോൾ എണീറ്റോ? മുത്തശ്ശിയെ കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ കിടക്കയിൽ നിന്നും ഇറങ്ങി. എന്നാ വാ, മുത്തശ്ശി നല്ല പലഹാരമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് പറഞ്ഞതും അവൾ എണീറ്റ് കൂടെ നടന്നു. മോള് കൈ നീട്ട്. അവൾ നീട്ടി കാണിച്ചതും ഓരോ വിരലിലും അവൾ ഒരു നീണ്ട പലഹാരം ഇട്ടുകൊടുത്തതും അവൾ അത്ഭുതത്തോടെ അത് നോക്കുന്നുണ്ട്. അവൾ കണ്ണൊക്കെ വിടർത്തി അത് നോക്കി. ഇത് ഇങ്ങനെയാ കുട്ടികളെല്ലാം കഴിക്കുക, കഴിച്ചു നോക്ക്. കട്ടൻ ചായയും അരികിൽ വെച്ച് കൊടുത്തു. അവൾ അതുപോലെ ആസ്വദിച്ച് കഴിച്ചു. ഈ ചുറ്റുപാടും ഇവിടെയുള്ളവരുമെല്ലാം എന്ത് ഭംഗിയാ, കുറച്ച് നേരത്തെ വരാമായിരുന്നു ഇങ്ങോട്ട്. നല്ല ഇഷ്ടമാ ഇവർക്കെന്നെ. അവൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞതും അവൾ സന്തോഷത്തോടെ അവിടെ നിന്നും ചാടിയിറങ്ങി. നേരം സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ആടിനെയും പശുവിനെയും എല്ലാം കൂട്ടിൽ കയറ്റുന്നുണ്ട്. അതെല്ലാം അവൾ നോക്കി നിന്നു. അതിനുശേഷം മുത്തശ്ശി അകത്തേക്ക് പോയി. അവൾ മുത്തശ്ശൻ പശുവിനോട് സംസാരിക്കുന്നതെല്ലാം കേട്ട് നിന്നു. നീലിമോളെ, ഇവൾ ആള് മഹാകുറുമ്പിയാ. ഈ ഇടയായിട്ട് പാല് തരുന്നതും കുറവാ. മുത്തശ്ശൻ അതെല്ലാം ചോദിക്കുക അവളോട്. നിന്റെ മുത്തശ്ശിക്കും എനിക്കും ഇവരോടെല്ലാം സംസാരിച്ച് ഈ പറമ്പിലും പാടത്തെല്ലാം പണിയെടുത്ത് സമയം പോകുന്നതൊന്നും അറിയാറേയില്ല. അവൾ ഒരു പുഞ്ചിരിയോടെ അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് മുത്തശ്ശി കുളിയെല്ലാം കഴിഞ്ഞു വന്ന് വിളക്ക് കൊളുത്തുന്നത്. അത് കണ്ട് അവളൊന്ന് അത്ഭുതപ്പെട്ടു. അതിൻ്റെ മുമ്പിൽ നിന്നും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതും അവൾ അത്ഭുതത്തോടെ നോക്കി. കൊച്ചുമോളും മുത്തശ്ശനും ഇനി പുറത്തിറങ്ങിയൊന്നും നടക്കാതെ അകത്തേക്ക് കയറിക്കേ. വാ മോളെ, സന്ധ്യ നേരത്ത് പുറത്തിറങ്ങിയൊന്നും അധികം നിൽക്കേണ്ട. അതും പറഞ്ഞ് മുത്തശ്ശൻ അവളെ അകത്തേക്ക് വിളിച്ച് അവൾ അകത്തേക്ക് കയറി. വിളക്കിൻ്റെ മുമ്പിലിരുന്ന് മുത്തശ്ശി ചൊല്ലുന്നതെല്ലാം അവൾ മിണ്ടാതെ നോക്കി നിന്നു. അപ്പോഴേക്കും മുത്തശ്ശനും വന്നു. നേരം അപ്പോഴേക്കും ഇരുട്ട് പടർന്നിട്ടുണ്ട്. അപ്പുറത്തെ മാവിൽ നല്ല മാങ്ങകൾ പൂത്ത് കിടപ്പുണ്ട്. നാളെ നമുക്ക് അതെല്ലാം ഒന്ന് പറിക്കണം. മുത്തശ്ശൻ പറഞ്ഞതും അച്ചാറിടാം നമുക്ക്. അപ്പുറത്തെ ഹരിമോൻ ഇവിടെ ഉണ്ട്. തിരിച്ചു പോകുമ്പോൾ കുറച്ച് കൊടുത്തു വിടണം. തിണ്ണയിൽ ആ നിലാവെളിച്ചത്തിലിരുന്ന് അവർ സംസാരിക്കുന്നത് എല്ലാം അവൾ നോക്കി നിന്നു. വാ മോളെ, മുത്തശ്ശിയുടെ മടിയിൽ കിടന്നേ. മുത്തശ്ശി മോൾക്ക് ഒത്തിരി കഥകളെല്ലാം പറഞ്ഞു തരാം. അവൾ സന്തോഷത്തോടെ വന്ന് അവരുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവർ അവളുടെ തലയിൽ തലോടി കൊടുത്തു. മുത്തശ്ശനും അരികിലുണ്ട്. അവരുടെ ആ തലോടലിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണിലെ ആ കണ്ണീർ തുള്ളികൾ കാണെ മുത്തശ്ശൻ അത് മുത്തശ്ശിയെ കാണിച്ചു. എൻ്റെ കുഞ്ഞ്, ഇനി ഓരോന്നാലോചിച്ച് സങ്കടപ്പെടരുത് മോളെ. ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം മോളുടെ നല്ലതിനാ മോളെ. എൻ്റെ മോള് ഒത്തിരി വേദനിച്ചു. ഇവിടെ എൻ്റെ കൊച്ചുമോൾക്ക് കരയാനുള്ള ഒരവസരവും ഞങ്ങൾ തരില്ല. ഈ നാടും വീടും എല്ലാം എൻ്റെ മോൾക്ക് പുതിയൊരു അനുഭവവും പുതിയൊരു പ്രതീക്ഷയും എല്ലാം നൽകും. പിന്നെ മോൾക്കൊരു കൂട്ടുകാരിയെ കിട്ടിയില്ലേ, അതുപോലെ പലതും കിട്ടും. ഒരു ചിത്രശലഭം പോലെ നീ പാറി പറക്കണം. മുത്തശ്ശൻ പറയുന്നതെല്ലാം അവളൊരു പുഞ്ചിരിയോടെ കേട്ട് നിന്നു. മുത്തശ്ശി അവളുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു. മോളെ, മോളുടെ ഈ ശബ്ദമില്ലാത്തത് ഒരിക്കലും ഒരു ശബ്ദമില്ലായ്മയാവരുത്. ഇതിനൊരു കുറവായി കാണുകയും ചെയ്യരുത്. എല്ലാത്തിനും പിന്നിൽ ചില അനുഗ്രഹങ്ങൾ കാണും. ഇതിൻ്റെ പേരിൽ മോൾക്ക് സങ്കടമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകരുത്. മോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മോൾക്ക് ശബ്ദമില്ലായ്മ മാത്രമുള്ളല്ലോ. നാം എപ്പോഴും മുകളിലേക്ക് നോക്കരുത്, താഴേക്ക് നോക്കണം. ആഡംബര ജീവിതം നയിക്കുന്നവരെ ശ്രദ്ധിക്കാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ നോക്കുമ്പോൾ നാം എല്ലാം സ്വർഗത്തിലാണെന്ന് തോന്നും. അതുപോലെയാ എല്ലാത്തിനും നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മാത്രം എന്നും വേദനയാണല്ലോ എന്ന് ചിന്തിക്കരുത്. ഇതിനേക്കാളേറെ വേദനിച്ചവരുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. കേട്ടല്ലോ? എന്തിനും കാണും ഒരു നല്ല വശവും ചീത്ത വശവും. അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മുത്തശ്ശൻ പറയുന്നതെല്ലാം അവൾ അത്ഭുതത്തോടെ കേട്ടുകിടന്നു. വാ, ഇനി അകത്ത് പോയി കിടക്കാം. അവൾ അവരുടെ കൂടെ അകത്തേക്ക് പോയി. മോൾക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നത് പേടിയാണോ? മുത്തശ്ശി കൂടെ കിടക്കണോ? അവൾ അല്ലെന്ന് തലയാട്ടി. അവൾ മുറിയിൽ പോയി കിടന്നതും മുത്തശ്ശിയും അവളുടെ കൂടെ മുറിയിൽ വന്നു. അവളുടെ തലയിൽ തലോടി വൈകാതെ അവൾ ഉറങ്ങിയതും അവളെ ഒന്ന് പുതപ്പിച്ച് വെളിച്ചമണച്ചുകൊണ്ട് അവർ പോയി കിടന്നു. രാവിലെ മുറിയിലേക്ക് വെളിച്ചം വരുന്നത് കണ്ടാണ് അവൾ എണീക്കുന്നത്.
അവൾ എണീറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ മുത്തശ്ശിയും മുത്തശ്ശനുമുണ്ട്. ആ മോൾ എണീറ്റോ? എന്നാ പല്ല് തേച്ചോ, എന്നിട്ട് കുളിച്ച് ചായയും കുടിച്ച് അമ്പലത്ത് പോകാം. അവൾ ആകാംക്ഷയോടെ തലയാട്ടി. കൈ നീട്ടു മോളെ. അതും പറഞ്ഞ് മുത്തശ്ശി അവളുടെ അടുത്തേക്ക് ഒരു കുപ്പി കൊണ്ടുവന്നു. അവൾ നീട്ടിയ കൈയിലേക്ക് ഉമ്മിക്കരി നൽകിയതും അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരെ നോക്കി. മോളെ, അതിലേക്ക് ഒരു വിരൽ വെള്ളമാക്കിക്കൊണ്ട് ഉപ്പിയെടുത്ത് പല്ല് തേച്ച നല്ല നിറം കിട്ടും പല്ലിന്. അത് കേട്ട് അവൾ അതും നോക്കി പുറത്തേക്കിറങ്ങി. അവിടെയുള്ള പൈപ്പിൽ നിന്ന് വെള്ളവും എടുത്തു. അവൾ അത് വായിലാക്കിയതും അറിയാതെ കുറച്ച് ഇറങ്ങിപ്പോയി. എന്നാലും അവൾ വീണ്ടും എടുത്ത് പല്ലിൽ തേച്ചു നോക്കി. പല്ല് തേക്കാൻ ശ്രമിച്ച് വിരൽ തെന്നി അവളുടെ മുഖത്തെല്ലാം കരിയായിട്ടുണ്ട്. വല്യ മുത്തശ്ശ. അപ്പോഴാണ് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് വിളിക്കുന്നത്. ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ അവളെ കണ്ട് അവരൊന്ന് ഞെട്ടി. പിന്നീട് അവന്റെ ചിരി കേട്ടാണ് മുത്തശ്ശിയും മുത്തശ്ശനും പുറത്തേക്ക് വരുന്നത്. അവൾ എന്താണെന്ന പോലെ എല്ലാവരെയും നോക്കുന്നുമുണ്ട്. അത് കണ്ടുകൊണ്ട് വന്ന മുത്തശ്ശി, മോളെ, ആ മുഖത്തെല്ലാം കരിയായിട്ടുണ്ട്, മോളൊന്ന് മുഖം കഴുകിക്കേ. അത് കേട്ടതും അവൾ മുഖം കഴുകിയെടുത്തു. വായെല്ലാം കഴുകിയിട്ടും വായിൽ നിന്നും കരി പോവാത്ത പോലെ തോന്നി അവൾക്ക്. അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതാരാ, ഹരിമോനോ? വാ, കേറിയിരിക്ക്. അത് കേട്ട് നീലി ഒന്ന് തിരിഞ്ഞു നോക്കി. അവനും അവളെ നോക്കുന്നുണ്ട്. നീലി, വാ മോളെ, മോള് ഒന്ന് കുളിച്ചോ, അമ്പലത്തിൽ പോകാൻ വേണ്ടി. അതും പറഞ്ഞ് അവൾക്ക് തോർത്തു കൊടുത്തു. അവൾ കുളിയെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോ മുത്തശ്ശി അവൾക്ക് ഒരു ധാവണി കൊടുത്തു. അത് കണ്ട് കണ്ണൊക്കെ വിടർത്തി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്കിതിടാൻ അറിയില്ലായിരുന്നു. അവൾ അതും വിചാരിച്ച് മുത്തശ്ശിയെ നോക്കി. അത് മനസ്സിലാക്കിയ മുത്തശ്ശി, ഞാൻ സഹായിക്കാം മോളെ. മുത്തശ്ശി അവൾക്ക് അതെല്ലാം ഇട്ടുകൊടുത്തതും അവൾ അവളെ തന്നെ അലമാരയുടെ കണ്ണാടിയിലൂടെ നോക്കി. വാ മോളെ, ഇവിടെ ഇരിക്ക്. അവളോട് മുത്തശ്ശി കിടക്കയിൽ ഇരിക്കാൻ പറഞ്ഞതും അവൾ ഇരുന്നു. അവളുടെ മുടിയെല്ലാം മുത്തശ്ശി പിന്നിയിട്ട് കൊടുത്തു. ശേഷം ഒരു പൊട്ടും വെച്ചു കൊടുത്തു. ഇപ്പോ സുന്ദരിയായിട്ടുണ്ട് മുത്തശ്ശിയുടെ കുട്ടി, അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് പാടത്തേക്ക് പോയ ഹരിയും മുത്തശ്ശനും വന്നിരുന്നു. നീലി ധാവണിയൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ കൂടെ പുറത്തിരിപ്പായിരുന്നു. ആഹാ, നീലിമോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. മുത്തശ്ശൻ പറയുന്നത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഹരിയും അവളെ തന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഹരിമോനെ, ചായ കുടിച്ചിരുന്നോ? ഇല്ല. വാ മോനെ, ഒരുമിച്ച് കുടിക്കാം. അവരെല്ലാം അകത്തേക്ക് കയറി. മുത്തശ്ശി എല്ലാം മേശമേ വെച്ചിരുന്നു. അവരെല്ലാം ഇരുന്ന് ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. അരിയുടെ അപ്പുറത്തിരിക്കുന്ന നീലിയെ അപ്പമെടുക്കാൻ വേണ്ടി കൈ നീട്ടിയതും അവൾക്ക് അവനത് പാത്രത്തിൽ ഇട്ടുകൊടുത്തു. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും പുറത്തേക്കിറങ്ങി. എന്നാ ഞാൻ പോകാൻ നോക്കട്ടെ. ഹരി അത് പറഞ്ഞ് ഇറങ്ങാൻ നിന്നതും, മോളെ നീലി, നീ അരിമോന്റെ കൂടെ ബാമമോളുടെ അടുത്തേക്ക് പൊക്കോളൂ. ഇത് ബാമമോളുടെ ഏട്ടനാണ് മോളെ. മുത്തശ്ശി അത് പറഞ്ഞു. മോനെ, ബാമ ഇന്നലെ വന്നപ്പോ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. മുത്തശ്ശനും അത് പറഞ്ഞതും, അതിനെന്താ, വാ നീലി, നമുക്ക് പുറപ്പെടാം. ഹരി പറയുന്നത് കേട്ട് അവളൊന്ന് തലയാട്ടിക്കൊണ്ടിറങ്ങി. മുത്തശ്ശനും മുത്തശ്ശിയും അത് നോക്കി നിന്നു. ഹരി ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു. അവന്റെ കൂടെ തന്നെ നീലിയുമുണ്ട്. നീലി, ഇനി എന്താ നിന്റെ ആഗ്രഹം? ഇപ്പോ +2 കഴിഞ്ഞില്ലേ? അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൾ കൈ മലർത്തി കാണിച്ചു. ഒരാഗ്രഹവും ഇല്ലേ? അവൾ തലയാട്ടിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. ഓഹോ, എന്നാ നീ എന്റെ പോലെ ഒരു ഡോക്ടറാവാൻ പഠിച്ചോ? അത് കേട്ടതും അവൾ ഡോക്ടർ ആണോ എന്ന പോലെ അവനെ നോക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ആണോ എന്നല്ലേ നീ ചിന്തിക്കുന്നേ? ഇപ്പൊ പഠിച്ചിറങ്ങിയേ ഉള്ളൂ. അന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. മുത്തശ്ശി പറഞ്ഞിരുന്നോ നിന്നെ കുറിച്ച്? എന്തായാലും ഞാനിനി നിന്നോട് ചോദിക്കുമ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. അങ്ങനെ സംസാരിച്ച് രണ്ടുപേരും വരമ്പ് കഴിഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയെ വലിയൊരു കുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഹരി അത് കയറിപ്പോകുന്നത് നീലി അത്ഭുതത്തോടെ നോക്കി. നീലിക്കത് കയറാനാവാതെ അവൾ അവിടെ നോക്കി നിന്നു. ഹരി മുകളിലെത്തി തിരിഞ്ഞു നോക്കുമ്പോ നീലി അവനെയും നോക്കി താഴെ നിൽപ്പുണ്ട്. നിനക്ക് കയറാൻ സാധിക്കുന്നില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടിയതും, വാ ഞാൻ പിടിക്കാം, അവൻ താഴെ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു.
അവൻ അവൾക്ക് നേരെ നീട്ടിയ കയ്യിൽ പിടിച്ചു. അവർ പരസ്പരം ഒന്ന് നോക്കി. നീലി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. അവനും അത് കണ്ട് ഒരു ഇളം പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും മുകളിലേക്ക് കയറി. ഇടക്ക് കാൽ തന്നെ വീയാൻ പോയ നീലിയെ ഹരി അരയിലൂടെ ചേർത്ത് പിടിച്ചതും അവൾ ആകെ ഞെട്ടിവിരച്ച് നോക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അവൻ അവളെ നേരെ നിർത്തി. പേടിക്കാതെ, ഞാനില്ലേ കൂടെ. ഹരിയുടെ വാക്കുകൾ എന്തുകൊണ്ടോ അവളിൽ പതിഞ്ഞിരുന്നു. അവർ രണ്ടുപേരും മുകളിലേക്കെത്തുമ്പോൾ അവിടെ മറ്റൊരു തറവാട് വീട് കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി. വാ, ഇതാണ് വീട്. അവളൊരു പുഞ്ചിരിയോടെ അവന്റെ കൂടെ നടന്നു. അവിടെ എത്തിയതും മുറ്റത്ത് തന്നെ ചിരിച്ചു നിൽക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടിരുന്നു. ഹാ മക്കളെ, നിങ്ങളങ്ങ് അവിടെ നിന്നും വരുന്നത് കണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. മോൾക്ക് ഇങ്ങോട്ട് കയറാനാവാതെ ബുദ്ധിമുട്ടിയല്ലേ? ആ മുത്തശ്ശി പറയുന്നത് കേട്ട് അവളൊന്ന് തലയാട്ടി. എന്താ മോളുടെ പേര്? അത് കേട്ടതും അവൾ തിരിഞ്ഞ് ഹരിയെ നോക്കി. നീലിമ എന്ന നീലി. മുത്തശ്ശി അവൾക്ക് സംസാരിക്കാനാവില്ല. മുത്തശ്ശി പറയുന്നതെല്ലാം കേൾക്കാം. അത് കേട്ടതും അവരൊന്ന് അവളെ നോക്കി അവളുടെ അടുത്തേക്ക് വന്നു. നല്ല സുന്ദരി കുട്ടി, വാ മോളെ, അകത്തേക്ക് ഇരിക്കാം. മുത്തശ്ശി അവളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഹരി അത് നോക്കി നിന്നു. നല്ല തൊണ്ടവേദനയായതുകൊണ്ട് സ്റ്റോറി പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ക്ഷമിക്കുക, തുടരും.